ഇവിടെ നമുക്ക് HTML-ന്റെ കുറച്ച് ബേസിക്സ് നോക്കാം. ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് HTML എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് അത്? HTML ഓപ്പൺ ചെയ്യുന്നു, ദെൻ അത് ക്ലോസ് ചെയ്യുന്നു, അതിനിടയിൽ ഹെഡ് ടാഗ് വരും. ഈ ഹെഡ് ടാഗിനകത്തിലാണ് നമ്മുടെ ടൈറ്റിൽ ടാഗ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ബോഡി ടാഗ്. അപ്പോൾ ബോഡി ടാഗും ക്ലോസിംഗ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഇനിയും ഈ നമ്മുടെ ഹെഡ് ടാഗിനകത്തിൽ നമുക്ക് കുറെ മെറ്റ ടാഗ്സ് വരുന്നുണ്ട്. ഈ മെറ്റയ്ക്കകത്തിൽ ഫസ്റ്റ് വൺ ക്യാരക്ടർ സെറ്റ് ഏതാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ ബൈ ഡിഫോൾട്ട് യൂസ് ചെയ്യുന്നത് UTF-8 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സെറ്റ് ആണ് നമ്മൾ HTML5 യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ തുടക്കത്തിൽ നമ്മളൊരു ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിന്റെ മീനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന HTML-ന്റെ വേർഷൻ 5 ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ HTML5 എന്ന് പറയുന്ന വേർഷനിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നു. അതിന്റെ സ്ട്രക്ചർ HTML/HTML ഹെഡ് ബോഡി/ബോഡി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങും. ഇവിടെ ടൈറ്റിൽ ടാഗ്, ഹെഡിനകത്തിൽ ടൈറ്റിൽ ടാഗ് വരുന്നുണ്ട്. പിന്നെ മെറ്റ ക്യാരക്ടർ സെറ്റ് UTF-8 ആണെന്ന് പറയുന്നു. അടുത്തത് മെറ്റ നെയിം ഈസ് ഈക്വൽ ടു വ്യൂ പോർട്ട്, ദെൻ കണ്ടന്റ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത്, ഡിവൈസ് വിഡ്ത്ത്, ഇനിഷ്യൽ സ്കെയിൽ 1.0 എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണോ അതിനനുസരിച്ച് നമ്മുടെ വെബ് പേജിന്റെ സെറ്റിംഗ്സ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റ നെയിം വ്യൂ പോർട്ടും വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്തുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ലാർജ് ഡിവൈസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ് പേജിനെ ഇപ്പോൾ സ്മോളർ ഡിവൈസസിൽ, മൊബൈൽ ഫോൺ പോലെയുള്ള സ്മോളർ ഡിവൈസസിൽ കാണണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിവൈസ് വിഡ്ത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യും. അതല്ല ചെറിയ ഡിവൈസിൽ ചെയ്തതാണെങ്കിൽ വലുതിനനുസരിച്ച് സെറ്റ് ചെയ്യും. ഇനി ഈ ബോഡിയിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അതെല്ലാം നമ്മുടെ വെബ് പേജിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വെബ് പേജിനകത്ത് ഇൻസൈഡ് ദ ബോഡി ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു ചെറിയ സാമ്പിൾ പേജ് ആണ്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് ടു ഡു റൈറ്റ് കണ്ടന്റ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടുന്നു. ദെൻ ഇതിന്റെ ടൈറ്റിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ടു ഡു സപ്ലൈ എ ടൈറ്റിൽ. നമ്മൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ് കൊടുത്തത് അതായിരുന്നു, ടു ഡു സപ്ലൈ എ ടൈറ്റിൽ. അതാണ് എനിക്ക് ഇവിടെ ടൈറ്റിലായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ബോഡിയിൽ കൊടുത്തിരുന്ന പോർഷൻ ടു ഡു റൈറ്റ് കണ്ടന്റ്, അതാണ് ഇതാ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന പോർഷൻസ് നമുക്ക് ബോഡിയിൽ കാണാനും പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിനകത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ പോവാണ്. നമ്മളിപ്പോൾ ഈ ബോഡിക്ക് അതിൽ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഡിവ് ടാഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സപ്പോസ് എനിക്കിപ്പോൾ ഒരു ലിസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് ലിസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ ഞാനൊരു ഓർഡേർഡ് ലിസ്റ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഞാൻ ഫസ്റ്റ് OL ടൈപ്പ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ I കൊടുത്തിരിക്കുന്നു. ഈ ക്യാപിറ്റൽ ലെറ്റർ I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമുക്ക് റോമൻ ലെറ്റേഴ്സിൽ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കാണിക്കും എന്നാണ്. അതായത് ഞാൻ ഈ OL-നകത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ എനിക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ റോമൻ ന്യൂമറൽസ് ആയിട്ട് 1, 2 എന്ന് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഈ I ദെൻ സെക്കൻഡ് റോമൻ ന്യൂമറലിന്റെ 2ന്റെ ആ ഒരു രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻസൈഡ് ദിസ് OL ഞാൻ എഗെയിൻ വീണ്ടും ഒരു ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് ഇവിടെ ഞാൻ പക്ഷേ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ടൈപ്പ് എന്താണോ അതായിരിക്കും കാണിക്കുന്നത്. നോർമൽ OL ടൈപ്പ് 1, 2 എന്നുള്ള നമ്പേഴ്സ് തന്നെ കാണിക്കും. അവിടെ ഞാൻ മെയിൻ പ്രോജക്റ്റ് എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. ആദ്യം നമ്മുടെ ആ ടു ഡു റൈറ്റ് കണ്ടന്റ് എന്നുള്ളത് അവിടെ തന്നെ കിടപ്പുണ്ട്. ദെൻ റോമൻ ന്യൂമറൽ 1-ൽ സെമിനാർ, റോമൻ ന്യൂമറൽ 2-ൽ പ്രോജക്റ്റ്. ദെൻ സെക്കൻഡ് OL-നകത്തിൽ ഞാൻ മെയിൻ പ്രോജക്റ്റ് എന്ന് കൊടുത്തു. അവിടെ ഞാൻ ഏത് ടൈപ്പ് വേണമെന്ന് സ്പെസിഫൈ ചെയ്തില്ല. സോ എനിക്ക് നോർമൽ 1, 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റും കൂടെ നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കിയത് ഓർഡേർഡ് ലിസ്റ്റ് ആയിരുന്നു. ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് വരുമ്പം അവിടെയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് അൺഓർഡേർഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് UL കൊടുക്കുന്നു. ഇവിടെ അഗെയിൻ നമുക്ക് എന്താണോ വേണ്ടത് അത് LI വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇത് ഞാൻ IDEയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്കിയായിട്ട് കണ്ടന്റ് വരും. നിങ്ങൾക്ക് പക്ഷേ HTML ചെയ്യുമ്പോഴത്തേക്കിന് അത് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുത്താലേ വരുള്ളൂ.
ഞാൻ ഇങ്ങനെ 3 പേര് കൊടുത്തു. UL-നകത്തിലെ LI-ലെ കമ്പ്യൂട്ടർ സയൻസ്, ദെൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ 3 പേര് കൊടുത്തു. ദെൻ അതിനെ ഞാൻ ഇവിടെ റൺ ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ UL ആണ്. അപ്പോൾ അതുകൊണ്ട് UL ജസ്റ്റ് നമ്മുടെ ബുള്ളറ്റ്സ് ആയിട്ട് കാണിക്കും. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ലിസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അതിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ടേബിൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. ദെൻ ഈ ടേബിൾ ടാഗിനകത്തിൽ ഓരോ ഡീറ്റെയിൽസും നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് TR എന്ന് പറയുന്ന ടാഗിനകത്തിലാണ്. TR/TR-നകത്തിൽ നമ്മൾ ഇനി നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ വേണ്ടത്, എത്ര കോളംസ് ഉണ്ടെന്നുള്ളതാണ് ഇനി അടുത്ത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. TD, ഞാനിപ്പോൾ സപ്പോസ് ഇവിടെ റോൾ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ റോൾ നമ്പർ, നെയിം, ദെൻ രജിസ്റ്റർ നമ്പർ. ഇങ്ങനെ 3 ഫീൽഡാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ, ആ ഒരു ടേബിളിനകത്തിൽ ഒരു റോയിൽ, സിംഗിൾ റോയ്ക്കകത്തിൽ 3 കോളംസ് ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത്? ഇതാ കണ്ടില്ലേ, റോൾ നമ്പർ, നെയിം, രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ റോയിൽ 3 കോളംസ് ആയിട്ട് കാണിച്ചു. ഇനി ഇതിപ്പോൾ നമ്മുടെ നോർമൽ ലെറ്റേഴ്സിലാണ് കാണിച്ചത്. എനിക്കിപ്പോൾ ഇതിനെ ഹെഡിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഹെഡിങ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ ഈ TD-ക്ക് പകരം ഇവിടെ TH ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ TH കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്കത് ഹെഡിങ് ആണെന്ന്, ടേബിൾ ഹെഡിങ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ അത് H കൊടുക്കുമ്പോഴത്തേക്കിനും ടേബിൾ ഹെഡിങ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ അതിന്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇപ്പോൾ അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഹെഡിങ് കൊടുത്തതിന് ശേഷം റൺ ചെയ്യുമ്പോൾ കണ്ടോ, കുറച്ചും കൂടെ ബോൾഡ് ആക്കി അത് ഹെഡിങ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയും ഇവിടെ ഞാൻ നെക്സ്റ്റ് TR-നകത്തിൽ ഇപ്പോൾ നമ്മൾ ഹെഡിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എനിക്ക് ഇതിൽ കണ്ടൻസ് വേണം. അപ്പോൾ കണ്ടൻസ് കൊടുക്കണമെങ്കിൽ ഞാൻ എഗെയിൻ TR കൊടുക്കണം. ഈ TR-ലാണ് നമ്മൾ ഈ ഓരോ ഫീൽഡിലുമുള്ള വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോൾ നമ്പർ 1 എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് TD-ക്കകത്തിൽ നെയിം അനു, അടുത്ത TD-യിൽ അയാളുടെ രജിസ്റ്റർ നമ്പർ 2024B1234. ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും റോൾ നമ്പറിന്റെ താഴെ എന്താണ്, നെയിം എന്താണ്, രജിസ്റ്റർ നമ്പർ എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി ഇത് ടേബിൾ ആണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടേബിളിന്റെ ബോർഡറും കൂടെ നമുക്ക് വേണം. അതിന് നമ്മൾ കൊടുക്കുന്നത് ബോർഡർ ടാഗ്. ടേബിൾ ബോർഡർ ഈസ് ഈക്വൽ ടു ഞാൻ 1 എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഒരു ടേബിൾ ബോർഡറിനകത്തിൽ നമുക്കത് ടേബിൾ ആയിട്ട് തന്നെ കിട്ടും. ഇനി ചില കേസസിൽ നമുക്കിപ്പോൾ മോർ ദാൻ 1 റോസ് വരും കണ്ടൻസ്. അപ്പോൾ അതിൽ ചില ഏതെങ്കിലും 2 റോസിലെ ഡീറ്റെയിൽസ് നമുക്ക് കമ്പൈൻ ചെയ്ത് കാണണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റോ സ്പാൻ എന്നും കോൾ സ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫീൽഡും കൂടെ ഞാൻ എൻ്റർ ചെയ്തു. ഇവിടെ ഞാൻ കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. അതായത് നമ്മുടെ ഫസ്റ്റ് 1 അനു എന്ന് പറയുന്ന ആളിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നിടത്ത് ഞാൻ TD കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് നോക്കണം. ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും TD കോൾ സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടെ ആക്ച്വലി ചേഞ്ച് വരുന്നില്ല. നമ്മൾ ശരിക്കും കോൾ സ്പാൻ യൂസ് ചെയ്യുന്നത് 2 കോളംസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കോളംസ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആക്ച്വലി മൂന്നാമത്തെ കോളത്തിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ സെക്കൻഡ് റോയിൽ
ടി ഡി കോൾസ്പാൻ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ ഫീൽഡിനെ ഞാൻ അങ്ങ് റിമൂവ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ മൂന്നാമത്തെ ആളിന്റെ അമ്മു എന്ന് പറഞ്ഞ ആളിന്റെ രജിസ്റ്റർ നമ്പറിനെ ഞാൻ അങ്ങ് റിമൂവ് ചെയ്തു. എന്നിട്ട് പകരം ഇവിടെ നമുക്ക് ടി ഡി കോൾസ്പാൻ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പം നോക്കിയാൽ ഫസ്റ്റ് റോയിൽ നമുക്ക് 1 അനു ദെൻ അയാളുടെ രജിസ്റ്റർ നമ്പറും ഉണ്ട്. സെക്കൻഡ് റോയിൽ ഇപ്പം 2 അമ്മു അത് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ അമ്മുവിന്റെ രജിസ്റ്റർ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കിന് ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഇപ്പം സെക്കൻഡും തേർഡും കൂടെ ഉള്ള ഈ രണ്ട് കോളംസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കോളം ആക്കി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് അലൈനോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ അമ്മു എന്നുള്ള നെയിം റൈറ്റിലോട്ട് അലൈൻ ചെയ്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, നമുക്കിപ്പോൾ കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ട്, കുറേ പ്രൈസ് ഉണ്ട്. ഈ പ്രൈസിന്റെ ഒക്കെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനെന്നൊക്കെ ആ ഒരു ഫോർമാറ്റിലൊക്കെ നമുക്ക് ചെയ്യുമ്പം ടോട്ടൽ പ്രൈസ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കോൾ സ്പാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ റോസ് സ്പാനും ഉണ്ട്. റോസ് സ്പാൻ ചെയ്യുമ്പോഴത്തേക്കിന് രണ്ട് റോസിനെ ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രണ്ട് റോസ് തമ്മിൽ കമ്പൈൻ ചെയ്യും. അപ്പം ഇപ്പം എനിക്ക് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ റോസ് സ്പാൻ വേണം കൊടുക്കാൻ. ഇനി ഈ ടേബിൾ ബോർഡറിനകത്തിൽ ഞാൻ സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് യൂസ് ചെയ്യുവാണ്. സെൽ സ്പേസിംഗ് ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. വേണ്ട, സെൽ സ്പേസിംഗ് ഈസ് ഈക്വൽ ടു ഞാൻ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഈ ഓരോ സെല്ലിന്റെയും ഇടയിലുള്ള സ്പേസിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സെൽ സ്പേസിംഗ്. അപ്പൊ റോൾ നമ്പർ, നെയിം, രജിസ്റ്റർ നമ്പർ ഈ ഓരോന്നിന്റെയും ഇടയിൽ നമുക്ക് സ്പേസിംഗ് 10 ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് സെൽ സ്പേസിംഗ്. ഇനി അതേപോലെ തന്നെ വേറൊരു ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സെൽ പാഡിംഗ്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്ത് അതിന്റെ 4 ബോർഡേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 4 വാൾസ്, നമ്മുടെ സെല്ലിന്റെ ആ ഒരു 4 ഭിത്തികൾ, അതിനകത്ത് സ്പേസിംഗ് എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണം, എങ്ങനെയാണ് ലെറ്റേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഫസ്റ്റ് സെൽ സ്പേസിംഗ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെല്ലിനകത്ത് ലെഫ്റ്റിൽ നിന്ന് 2 സ്പേസ്, റൈറ്റിൽ നിന്ന് 2 സ്പേസ്, ടോപ്പിൽ നിന്ന് 2, ബോട്ടത്തിൽ നിന്ന് 2 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഈക്വൽ ഡയമെൻഷനിൽ നമുക്ക് വാല്യൂസിനെ, ആ സെല്ലിനകത്തുള്ള വാല്യൂസിനെ സെറ്റ് ചെയ്ത് വെക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെൽ പാഡിംഗ് എന്ന് പറയുന്ന കമാൻഡ്. ഞാനിപ്പോൾ ഇവിടെ സെൽ പാഡിംഗ് ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ 1 അനു എന്നൊക്കെ പറഞ്ഞേക്കുന്നത്, അനു ഇപ്പൊ ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. രജിസ്റ്റർ നമ്പർ അതേപോലെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കും. അപ്പൊ ഇതിപ്പോ ഞാൻ സെൽ പാഡിംഗ് 2 കൊടുത്തിട്ടുണ്ട്. 2 കൊടുക്കുമ്പം നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടത് മൊത്തത്തിൽ അതിന്റെ സൈസ് ഒന്ന് ചേഞ്ച് ആയിട്ട് കുറച്ചൊന്നൊരു ഇത് കാണിക്കും. ഇപ്പൊ ഞാൻ 2 കൊടുത്തേക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ പാഡിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ സപ്പോസ് 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതാ കണ്ടോ, ഇപ്പൊ ഇതാ 10 സ്പേസ് അനു എന്നുള്ളത് കുറെ കൂടെ നീങ്ങി വന്നില്ലേ, ആ മൊത്തം സ്പേസ് അങ്ങ് മാറും. എല്ലായിടത്തു നിന്നുള്ള ആ ഒരു മൊത്തം സ്പേസ് മാറും. ഇനി അല്ലാതെ നമുക്ക് വാല്യൂസ് സെന്ററിലോട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അലൈൻ ഈസ് ഈക്വൽ ടു സെന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂസ് എല്ലാം സെന്റർ അലൈൻമെന്റ് വരും. ആ ടേബിൾ, ഇവിടെ ഇപ്പൊ നമ്മൾ ടേബിളിനെയാണ് സെന്ററിലോട്ട് അലൈൻ ചെയ്തത്. ടേബിൾ അലൈൻ ഈക്വൽ ടു സെന്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ടേബിൾ സെന്റർ, നമ്മുടെ സ്ക്രീനിന്റെ സെന്ററിലോട്ട് അലൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ ഓരോ THനും കൊടുക്കുവാണെങ്കിൽ, ഇവിടെ ഞാനിപ്പോൾ അലൈൻ ഈസ് ഈക്വൽ ടു സെന്റർ കൊടുക്കുവാണെങ്കിൽ ആ വാല്യൂ സെന്ററിലോട്ട് അലൈൻ ആകും. റോൾ നമ്പർ എന്ന് പറയുന്ന വാല്യൂ സെന്ററിലോട്ട് അലൈൻ ആയി. ഇതിപ്പം ഓൾറെഡി ഹെഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കിടക്കുന്നുണ്ട്. ഹെഡിങ് എപ്പോഴും നമുക്ക് സെന്റർ അലൈൻ ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ ചേഞ്ച് കാണിക്കുന്നില്ല. ഇപ്പൊ ഞാൻ TDയിലാണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടോ, ആ 1 എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ട് സെന്ററിലോട്ട് വന്നു. നമ്മൾക്ക് 1ഉം 2ഉം ലെഫ്റ്റിലായിരുന്നു കിടന്നത്. ഇപ്പൊ 1 ഞാൻ അലൈൻ സെന്റർ കൊടുത്തപ്പോഴത്തേക്കിന് അത് സെന്ററിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് അപ്പം ലിസ്റ്റായി, ദെൻ ടേബിളായി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്തിൽ നമ്മുടെ പി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് പാരഗ്രാഫ് ഇങ്ങനെ എൻ്റർ ചെയ്ത് വെക്കുന്നു. ഞാൻ ദാ ഇവിടെ വെച്ചിട്ട് ഒരു എൻ്റർ അടിച്ചിട്ടുണ്ട്. ഈ എൻ്റർ അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഞാൻ /p കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാൻ എൻ്റർ ചെയ്ത സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ സ്ക്രീനിൽ അത് എൻ്റർ ആയിട്ട് വരുമോ? ഇല്ല. ഇതിപ്പോ ഞാൻ സ്ക്രീൻ ചെറുതാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. വലിയ സ്ക്രീൻ ആണെങ്കിൽ കണ്ടില്ലേ, അതൊരു സിംഗിൾ സെന്റൻസ് ആയിട്ടേ കാണിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് സെന്റർ ആക്കേണ്ടത്, സെന്റർ അലൈൻമെന്റ് വരേണ്ടത്, സോറി നെക്സ്റ്റ് ലൈനിൽ വരേണ്ടത്, ആ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ BR എന്ന് പറയുന്ന ടാഗ് വേണം യൂസ് ചെയ്യാൻ. ലൈൻ ബ്രേക്ക് ചെയ്യണം. ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കണ്ടില്ലേ, എവിടെ വെച്ചിട്ടാണോ ഞാൻ ലൈൻ ബ്രേക്ക് കൊടുത്തത് അവിടെ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോകും.